ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇതുപോലത്തെ 4 ബോട്ടിൽ കുപ്പികൾ കിട്ടിയണേ. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം, ഈ ബോട്ടിൽ കുപ്പികളിൽ നമുക്കിന്ന് ചെടി നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ കുപ്പി ഫസ്റ്റ് ടൈം തന്നെ നമ്മളിതൊന്ന് കത്തി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ തുളാക്കിയെടുക്കുക കേട്ടോ, ഓട്ടാക്കിളാക്കുക കേട്ടോ. ഓരോ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ തുളച്ചാക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണില്ല കേട്ടോ. അപ്പോൾ താഴെ ഭാഗം ഇതുപോലെ തന്നെ ഓട്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ കുപ്പികളും ഇതുപോലെ തന്നെ ചെയ്യട്ടെ. പിന്നെ നമ്മൾ തന്നെ കത്തി ഇങ്ങനെ ചൂടാക്കുമ്പോൾ നമ്മളെ കൈമരൊക്കെ തട്ടുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിട്ടാട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളിനെ ഒഴിവാക്കൂല കേട്ടോ. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടാലോ. അപ്പം ഞാൻ ഇതിലേക്ക് നടാന്ന് വിചാരിക്കുന്ന ചെടി നമ്മളെ 10 മണിച്ചെടി തന്നെ കേട്ടോ. അതാണ് ഇപ്പം നമ്മളെ കയ്യിൽ അധികം ഉള്ളത്. അപ്പോൾ ഇതിന് പോലൊക്കെ നട്ടാൽ നല്ല ഭംഗിയാണല്ലോ. ഇതുവരെ ഞാൻ നട്ട് പിടിപ്പിച്ചതൊക്കെ നല്ല ഉഷാറിൽ തന്നെ നമ്മളെ ചെടികളൊക്കെ ഉണ്ടായി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ഇത് അധികം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതിമത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊക്കെ നടാന്ന് വിചാരിച്ചു. എന്ത് കിട്ടിയാലും ഇതിലൊക്കെ ഇങ്ങനെ നടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അപ്പം ഞാനിതാ നമ്മളെ കുപ്പികളൊക്കെ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയെടുക്കുക. നമ്മളെ കയ്യിൽ ഇപ്പോൾ 4 ബോട്ടിലാണ് കിട്ടിയത്. അപ്പോൾ 4ഉം ഇതുപോലെ ഇങ്ങോട്ട് നടാലോ എന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതാ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഓട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ 4 കുപ്പികളും. ഇനി ഞാൻ നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്താണ് മുകൾ ഭാഗം ഒന്നും കട്ട് ചെയ്തില്ല, കട്ട് ചെയ്യാതെ ഇതുപോലെ തന്നെ അങ്ങോട്ട് നടാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മണ്ണ് ഇവിടെ റെഡിയാക്കി വെച്ചേനെ. അപ്പം നമുക്ക് ഇതിൽ മണ്ണൊക്കെ ഒന്നുകൂടി കൊത്തി ഇങ്ങനെ യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഇനി നമുക്ക് നട്ടെടുക്കാം കേട്ടോ നമ്മളെ ബോട്ടിൽ കുപ്പിയിൽ. അപ്പോൾ അതാ നമ്മളെ 10 മണിച്ചെടി കണ്ടില്ലേ, ഞാനിത് ഇത്ര പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഒക്കെ ഇനി എന്ത് ചെയ്യണം, ഈ ബോട്ടിൽ കുപ്പികളിൽ നമ്മൾ തുളച്ച ഭാഗങ്ങളുണ്ടല്ലോ, ഈ തുളച്ച ഭാഗത്തേക്ക് ഇതുപോലെ ഓരോന്നും നമ്മൾ ഈ ഓട്ടകളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടി, എന്ത് ഭംഗിയാണല്ലേ നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ. അത് നടുമ്പോൾ നമുക്ക് വലിയൊരു ഭംഗിയായിട്ട് തോന്നൂല കേട്ടോ. എന്താ നടണത്, ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇത് ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ ഇതുപോലെ ഒരുപാട് നട്ട് പിടിപ്പിച്ചിന്, അതൊക്കെ നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായിന് കേട്ടോ. നമ്മൾ നടുന്ന സമയം കാണുമ്പം തോന്നും നമുക്കിത് ഉണ്ടാവില്ല എന്നുള്ളത്. ഇത് 1 ദിവസം 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മളിത് നട്ടിങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തന്നെ ഇത് നോക്കുമ്പോൾ കാണാൻ നല്ല ഉഷാറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. പിന്നെ ഇതിലുമ്പോൾ പൂവോടി ഉണ്ടായാലും പറയും വേണ്ടട്ടോ, നല്ല ഭംഗിയാട്ടത് കാണാൻ. അപ്പം ഞാൻ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ എല്ലാ ഓട്ടയിലും ഞാൻ നമ്മളെ ചെടി ഇങ്ങനെ കുത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ മണ്ണ് നിറച്ച് കൊടുത്തിട്ടോ. പിന്നെ ആദ്യം ഞാൻ കൈമേൽ മണ്ണ് ആക്കണ്ടെന്ന് വിചാരിച്ച്, പിന്നെ എനിക്ക് തോന്നി കൈനോട് ആക്കണത് തന്നെ ഒന്നുകൂടി നല്ലതെന്ന് തോന്നി ഞാൻ കൈനോട് തന്നെ മണ്ണ് ഇതുപോലെ ഇങ്ങോട്ട് വാരിയിട്ട് ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതുണ്ട് നമ്മളെ ചെടികളിലൊക്കെ ഇങ്ങനെ മണ്ണെത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം മണ്ണ് നമ്മളിങ്ങനെ കുത്തി യോജിപ്പിച്ച് ഇങ്ങനെ നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയിട്ട് തന്നെ മണ്ണ് ഇങ്ങോട്ട് നന്നായിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവും ചെയ്യും. നമ്മൾ ഇതിനൊന്നും ഇപ്പോൾ ഇത് സ്ഥലമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലമുള്ളവർക്ക് നമുക്ക് നിലത്ത് തന്നെ നടാൻ പറ്റും. ഈ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഓരോ ബോട്ടിലുകളിലൊക്കെ നടാം. പിന്നെ ചെടീനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ചെടീനോട് ഒരുപാട് താല്പര്യം ഉണ്ടാവും, പക്ഷേ ഓൽക്ക് എന്താണ് സ്ഥലമല്ല. അപ്പോൾ സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലൊക്കെ നട്ട് പിടിപ്പിക്കുക. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഉഷാറായി. അപ്പോൾ ഞാൻ ഒരു ബോട്ടിലിൽ ഇതുപോലെ ആക്കിയെടുത്തിന്. ഇനി നമ്മൾ അടുത്ത ബോട്ടിലും ഇതുപോലെ തന്നെ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ 4 ബോട്ടിലാണല്ലോ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ 4 ബോട്ടിലും ഇതുപോലെ അങ്ങോട്ട് ചെയ്യുക. നമ്മൾ എവിടെയാണോ അത് കെട്ടി തൂക്കട്ടെ നമുക്ക്. അങ്ങനെയാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചെടി ഇതുപോലെ അതിൽ ഫസ്റ്റ് തന്നെ ആ ഓട്ടകളിലൊക്കെ ചെടി വെച്ചതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ മണ്ണിങ്ങനെ നിറച്ച്. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ മുൻഭാഗമൊക്കെ ഷീറ്റിട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഷീറ്റിട്ട ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുപ്പികളിലൊക്കെ നിറച്ചിട്ട് അതിന്മേലിങ്ങനെ തൂക്കിയിട്ടാൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ. കാണുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഭംഗി തോന്നൂല, എന്തുണ്ടാവാത്തത് കൊണ്ട്. ഇതിന്മേൽ ഉണ്ടായി പൂവിട്ട് ഇങ്ങോട്ട് നിറയെ ഉണ്ടായാൽ എന്ത് ഭംഗിയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇങ്ങനെ നട്ട് പിടിപ്പിച്ചപ്പം തന്നെ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കാണാൻ. അപ്പോൾ എൻ്റെ ചെടികൾ ഫുള്ളും നല്ല ഉഷാറിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസും ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അതിന് ശേഷം ഞാൻ
ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി നോക്കി ഇത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ. അപ്പം എനിക്ക് തോന്നി ഇതിങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കെട്ടി തൂക്കണതാണ് ഒന്നുകൂടി നല്ലതെന്ന് തോന്നിട്ടോ. അപ്പം നമ്മൾ വേറെ ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ടത് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനത്തെ 10 മണി ചെടികളും ഇങ്ങനെ കുപ്പികളിലാക്കി ഇങ്ങനെ തൂക്കിയിടാമെന്നാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പം ഞാൻ ഒരു കുപ്പി ഇങ്ങനെ ഇതുപോലെ കെട്ടി വെച്ചിന്. ഇനി രണ്ടാമത്തെ കുപ്പി ഇതാ പ്ലാസ്റ്റിക് കയർ നമ്മളെ കൈ തയ്യായിട്ട് ഞാനിത് ഒരു കഷ്ണം തന്നെ 2 പീസാക്കി ഇങ്ങോട്ട് നടു ഇങ്ങോട്ട് ചീന്തി ഇങ്ങോട്ട് എടുത്തിട്ടോ. അതുപോലെ ഇതുപോലെ ഇങ്ങോട്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ട് നമ്മൾ എവിടെയാണോ വെക്കാൻ വിചാരിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ വീടിൻ്റെ ഓരോ സ്ഥാനം ഉണ്ടാവുമല്ലോ വെക്കാൻ, ഓരോ പ്ലാനും കാര്യങ്ങളും അതുപോലെ ഇങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് കെട്ടിയിട്ട് നമ്മൾ അതൊരു ചെടി തൂക്കിയിട്ട ചെടികളുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഇതുകൂടി ഇങ്ങോട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ മുന്നേ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ അങ്ങനെ തൂക്കിയിട്ടില്ല. ഫസ്റ്റ് ഇതാ ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ട് ഞാനൊരു പുറത്ത് ഇങ്ങനെ ഇത് പിടിച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ട് എല്ലാവരും ഒന്ന്. നമ്മൾ എന്ത് കിട്ടിയാലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഓരോന്നിലും ഓരോ രീതിയിൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. അപ്പം ഞാൻ ഇതിന്മേലാണ് തൂക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഒന്നുണ്ടായി വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ ഇടയിലൂടെ നമ്മളെ കയറിങ്ങനെ തൂക്കി വെക്കുക. നമ്മൾ നട്ട ചെടികൾ അവിടെ തൂക്കി വെക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകുക. ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ വെച്ചതാട്ടോ, ഒരു സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡിന്മേൽ ഞാൻ ഇങ്ങനെ വെച്ചതാണ്. എന്നിട്ട് നമുക്കത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉണ്ടായി വന്നതിന് ശേഷം അവിടെ കെട്ടി വെക്കുക. ഞാൻ PVC പൈപ്പിൽ ഇങ്ങനെ നട്ട് വെച്ചിനല്ലോ, കണ്ടില്ലേ? ഇത് ഉഷാറായിട്ട് ഉണ്ടായി വന്നാണ്. ഇനി മുട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് പൂടെ ഉണ്ടായി നല്ല ഭംഗി ഉണ്ടാവും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.